നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2 പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് സാധിച്ചു. ആമസോൺ വഴിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ഒരു ബുക്കിൻ്റെ അൺബോക്സിംഗ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് സിസ്റ്റർ ലൂസി കളപ്പുര എഴുതിയിട്ടുള്ള കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പുസ്തകം പൊട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് ആ കവർ എന്ന് പറയുന്നത്, പുസ്തകം വന്ന കവർ. അതിൻ്റെ അകത്തിങ്ങനെ മറ്റേ ഈ നല്ല എന്താ പറയുക, ഈ ഇതേപോലത്തെ മോഡലാണ് വരുന്നത്. ഈ കവർ ഇങ്ങനെ നല്ല പൊതിഞ്ഞ് നല്ല മികച്ച പാക്കിംഗ് ആയിരുന്നു. പിന്നെ പുസ്തകം എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ മുൻവശം, അതിൽ സിസ്റ്ററിൻ്റെ പടം ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ പുറകിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ഫ്രണ്ടിൽ എഴുതിയിട്ട് ഒരു കന്യാസ്ത്രീയുടെ ഉള്ളു പൊള്ളിക്കുന്ന തുറന്നെഴുത്തുകളെന്നുകൊണ്ട് ടാഗ് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റർ ലൂസി കളപ്പുര കർത്താവിൻ്റെ നാമത്തിൽ. 8ാം പതിപ്പാണ് ഈ ഒരു പുസ്തകം. പിന്നെ പുറകിൽ ഇതേപോലെ പുസ്തകത്തിന് അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഗതികൾ എപ്രകാരമുള്ളതാണ്, അതിൻ്റെ സ്വഭാവം എപ്രകാരമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു എഴുത്തും പുറകിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഒന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പുസ്തകം ഏത് തരത്തിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു. ഈ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള പേപ്പർ, അഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള പേപ്പർ പുസ്തകത്തിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആമസോൺകാർ. അപ്പോൾ പുസ്തകത്തിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുര ക്രിസ്തീയ സഭയിലെ അധികാര ദുർവിനിയോഗത്തെയും ലൈംഗിക അരാജകത്വത്തെയും പൗരോഹിത്യ മേധാവിത്വത്തെയും അഴിമതിയെയും തുറന്നെതിർത്തുകൊണ്ട് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സമരം ചെയ്ത് നവീകരണത്തിന് വഴി തുറക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന സിസ്റ്റർ ലൂസി കളപ്പുര അവരുടെ സഭാജീവിത അനുഭവങ്ങൾ തുറന്നെഴുതുകയാണിവിടെ. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഉൾവലിഞ്ഞ് മതത്തിനുള്ളിലെ പൗരോഹിത്യ പുരുഷാധികാരത്തിന് മുന്നിൽ ശരീരവും ആത്മാഭിമാനവും അടിയറവ് വയ്ക്കുന്നതല്ല തൻ്റെ ആധ്യാത്മികതയെന്ന് ഈ ആത്മകഥനം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു വിമർശനാത്മകമായിട്ടുള്ള പുസ്തകമാണെന്നാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ മനസ്സിലായത്. ക്രിസ്തീയ സഭയ്ക്കുള്ളിലുള്ള ചില മോശപ്പെട്ട പ്രവണതകളെയും കാര്യങ്ങളെയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ എനിക്കറിയാം ഈ പുസ്തകം ഇത്തരത്തിൽ വരുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുസ്തകം ഓർഡർ ചെയ്തത്. ഒരുപാട് നാളായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ അത് എന്താ പറയുക, ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. പിന്നെ പുസ്തകത്തിൽ പുറകിൽ കൊടുത്തിട്ടുണ്ട് ആത്മകഥയാണെന്ന് കൊടുത്തിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ആത്മകഥ എന്നുള്ള രീതിയിൽ അവരുടെ ചില അനുഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നൊരു പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള മറ്റുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വായിച്ചതിന് ശേഷം ഇതിൻ്റെ റിവ്യൂവിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. റിവ്യൂ നമ്മൾ സാധാരണ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുസ്തകത്തെ സംബന്ധിച്ച് ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നീട് കൂടുതൽ എക്സ്പ്ലനേഷൻ, കൂടുതൽ വിവരങ്ങൾ വേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. കൂടുതൽ വിശദീകരണം വേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിനെ തുടർന്ന് മറ്റൊരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ കൂടി നിർമ്മിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂവിന് വേണ്ടിയും എക്സ്പ്ലനേഷൻ വരികയാണെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു, കാത്തിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.